രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം മലയാളത്തിന്റെ മോഹൻലാലിനെ തേടിയെത്തുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാന കൊടുമുടിയിലാണ്. പ്രധാനമന്ത്രിയടക്കം അഭിനന്ദിച്ചെത്തി. ലാൽ എഴുതിയ കുറിപ്പ് ഹൃദയസ്പർശിയായി. മഹാരഥന്മാർക്ക് കിട്ടിയ പുരസ്കാരമാണിത്. 65 വർഷത്തെ ജീവിതത്തിനിടയിൽ 48 വർഷവും ഞാൻ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ എന്നെ പിന്നീട് അത്രയും കാലം കൈപിടിച്ച് നടത്തിയത് സർഗസമ്പന്നമായ കാലമാണ്. പ്രതിഭാസമ്പന്നരായ എഴുത്തുകാർ, സംവിധായകർ, ഛായാഗ്രാഹകർ, നിർമ്മാതാക്കൾ മുതൽ സിനിമയുടെ എല്ലാ മേഖലകളിലുമുള്ളവർ, അവരില്ലെങ്കിൽ ഞാനില്ല എന്നാണ് മോഹൻലാൽ കുറിച്ചത്. എന്നെ മുന്നിൽ നിന്ന് നടത്തിയ, അഭിനയിക്കുമ്പോൾ എനിക്ക് ചുറ്റും നിന്ന് എന്നോടൊപ്പം അഭിനയിച്ച ഒരുപാട് പേർ ഇന്നില്ല. എല്ലാവരെയും ഞാൻ ഈ നിമിഷം നന്ദിയോടെ, കടപ്പാടോടെ ഓർക്കുന്നു. അച്ഛനും അമ്മയും ഞാൻ മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിച്ച് വലിയ ആളാകണമെന്ന് സ്വപ്നം കണ്ടിരുന്നു എന്നെനിക്കറിയില്ല. അവർ സ്വപ്നം കാണുന്നതിന് മുൻപേ ഞാൻ അഭിനയിച്ചു തുടങ്ങി എന്നതാണ് സത്യം. എൻ്റെ യാത്രയിൽ എന്നും അനുഗ്രഹമായി നിന്ന അച്ഛനെയും അമ്മയെയും ഞാൻ സ്നേഹത്താൽ നനഞ്ഞ കണ്ണുകളോടെ ഓർക്കുന്നു. നടനായ എന്നേക്കാൾ ഭർത്താവും അച്ഛനുമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബം, അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് എൻ്റെ എല്ലാ നേട്ടങ്ങളും. ഇത്രയും വർഷം എന്നെ കണ്ടിരുന്നവർ, എനിക്കായി പ്രാർത്ഥിച്ചവർ, സ്നേഹം മാത്രം ചൊരിഞ്ഞവർ, സുഹൃത്തുക്കൾ, എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവരെയും ഓർത്തുകൊണ്ടല്ലാതെ എനിക്ക് ഈ പുരസ്കാരത്തെക്കുറിച്ചും ഒന്നും പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. 2023 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് പുരസ്കാരവേദിയിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും.